പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഫാസ്റ്റ് വിൻ അക്കാഡമിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫാസ്റ്റ് വിൻ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ധന്യ. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം ഒരാളോട് പറയുമ്പോൾ കേൾക്കുന്നയാള് അതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചെറിയൊരു ഭാഗം. അതിൽ ഹെൽപ്പിംഗ് വേർബും പ്രൊനൗണും മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ആ ചെറിയൊരു പാർട്ടിനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. He is a doctor. ഇവിടെ he is a doctor. ഇതില് ഫസ്റ്റ് റൂള് നോക്കുക. സബ്ജക്റ്റും ജെൻഡറും അനുസരിച്ചായിരിക്കണം നമ്മൾ പ്രൊനൗൺ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് he ആണ്. he എന്നുള്ള സബ്ജക്റ്റ്, is എന്നുള്ള ഹെൽപ്പിംഗ് വേർബ്. ഇവിടെ ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുന്നത് is ആണ്. നമുക്കറിയാം 24 ഓക്സിലറി വേർബ്സ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്സ് ഉണ്ടെന്ന്. ഏതൊക്കെയാണ്? am, is, are, was or were, do, does, did, has, have, had, will, would, shall, should, can, could, may, might. ഇത് കൂടാതെ must, need to, ought to അതും കൂടെ വരും. used to, ബാക്കി നാലും. അപ്പോൾ ഇതില് am, is, are, was, were, do, does നമുക്കറിയാം. am, is, are present tenseലാണ് യൂസ് ചെയ്യുക. was, were past tenseലായിരിക്കും. do, does present tenseലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു do പ്ലൂറലിന്റെ കൂടിയും does സിംഗുലറിന്റെ കൂടിയും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. did past tenseലായിരിക്കും. has സിംഗുലർ, have പ്ലൂറൽ, had സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും past tenseലായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹെൽപ്പിംഗ് വേർബ്സിലാണ് ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ നമ്മൾ ഒരു കോമ വെച്ചാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇതൊരു സെന്റൻസ് ആണ്, ഒരു സിമ്പിൾ അസർട്ടീവ് സെന്റൻസ് ആണ്. ഹി ഈസ് എ ഡോക്ടർ എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും നോക്കുക. ഒരു കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് അതിന്റെ ഹെൽപ്പിംഗ് വേർബ് ആണ് എടുത്തെഴുതേണ്ടത്. ഇവിടെ ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുന്നത് ഇസ് ആണ്. ഇസ് ഈ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. ഹി ഈസ് എ ഡോക്ടർ, അവൻ ഒരു ഡോക്ടർ ആണ് എന്നുള്ളത് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് സെന്റൻസിന് എപ്പോഴും നെഗറ്റീവ് ടാഗ് ആയിരിക്കും. ഇവിടെ ഇസിന്റെ കൂടെ നോട്ട്, n apostrophe t, isn't കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ചെയ്ത. ഇവിടെ പ്രൊനൗൺ ആയിട്ട് വരുന്നത് he ആണ്. isn't he എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. അപ്പൊ ഈ സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് isn't he ആണ്. he is a doctor, isn't he. അപ്പൊ റൂൾ ഒന്നുകൂടെ നോക്കാം. സബ്ജക്റ്റും ജെൻഡറും അനുസരിച്ചായിരിക്കണം ഇവിടെ പ്രൊനൗൺ എഴുതേണ്ടത്. ഇവിടെ he തന്നെയാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് he തന്നെ എഴുതി. അടുത്ത റൂൾ നോക്കുക. സെപ്പറേറ്റ് വിത്ത് എ കോമ. ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ എപ്പോഴും ഒരു കോമ ഇട്ടതിന് ശേഷം ടാഗ് എഴുതുക. ടെൻസ് എപ്പോഴും സെയിം ആയിരിക്കും. സെന്റൻസ് പ്രസന്റ് ടെൻസിലാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗും പ്രസന്റ് ടെൻസിലായിരിക്കും. ഏത് ടെൻസിലാണോ അതേ ടെൻസ് തന്നെയാണ്, ടെൻസിൽ മാറ്റമില്ല. അടുത്തത് നോക്കുക. സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കും. ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും സ്മോൾ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്യാപിറ്റൽ ലെറ്ററിലല്ല. അടുത്തത് പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഓരോ റൂളായിട്ട് പറഞ്ഞു പോവാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ആം ഇൻഡീഡ് ലക്കി. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഐ ആം ആണ്. ഐ ആം വരുമ്പോൾ ടാഗ് എപ്പോഴും ആറിൻറ്റ് ഐ ആയിരിക്കും. ഐ ആം വരുമ്പോൾ ടാഗ് എപ്പോഴും ആറിൻറ്റ് ഐ ആയിരിക്കും. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഐ ആം നോട്ട് ആണെങ്കിൽ ആം ഐ എന്നായിരിക്കും. നെഗറ്റീവ് ആകുമ്പോൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വരും. ഇവിടെ പോസിറ്റീവ് ആണ്. ഐ ആം ഇൻഡീഡ് ലക്കി എന്നുള്ളത് പോസിറ്റീവ് സെന്റൻസ് ആണ്, അതുകൊണ്ട് ആറിൻറ്റ് ഐ. ഐ എം നോട്ട് ആണെങ്കിൽ ആം ഐ എന്നായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
nobody phoned me while I was away. ഈ സെന്റൻസ് പാസ്റ്റ് ടെൻസിലാണ് തന്നിരിക്കുന്നത്. nobody phoned me while I was away എന്നുള്ളത് പാസ്റ്റ് ടെൻസിലാണ്. ഇവിടെ nobody എന്നുള്ള ഒരു വേർഡ് തന്നിട്ടുണ്ട്. അത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് വേർഡ് ആണ് nobody എന്നുള്ളത്. നെഗറ്റീവ് സെന്റൻസ് വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും വരുന്നത്. ഇവിടെ nobody ആയതുകൊണ്ട് ഇത് പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. nobody എന്ന് വരുമ്പോൾ നമ്മൾ ഇവിടെ ഹെൽപ്പിംഗ് വേർബ്സ് ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് ഡു അല്ലെങ്കിൽ ഡസ് ഓർ ഡിഡ് വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. nobody ആയതുകൊണ്ടും ഈ സെന്റൻസ് പാസ്റ്റ് ടെൻസിൽ ആയതുകൊണ്ടും ഡിഡ് ആണ് എഴുതേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് ഡിഡ് ദേ. nobody റെപ്രസെന്റ് ചെയ്യുന്ന പ്ലൂറൽ ആണ്, പ്ലൂറൽ പ്രൊനൗണിനെയാണ്. അതുകൊണ്ട് ഡിഡ് ദേ. ഇതേപോലെ nobody പോലെ തന്നെ കുറെ നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. nobody, none, neither, never, nothing. ഇങ്ങനെയുള്ള വേർഡ്സ് വരുമ്പോൾ സെന്റൻസ് നെഗറ്റീവ് സെന്റൻസ് ആണെന്ന് മനസ്സിലാക്കുക. nobody, none, neither, never, nothing. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഇത് ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഇവിടെ അറിയാം ഷീ ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഇസ് എന്നുള്ള ഹെൽപ്പിംഗ് വേർബ് ഉണ്ട്. അതുകൊണ്ട് ഹെൽപ്പിംഗ് വേർബ് എടുത്ത് എഴുതാം. isn't, നെഗറ്റീവ് ടാഗ് isn't she. She is very beautiful. isn't she? ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. they will not come tomorrow. they will not come tomorrow എന്നുള്ളത് നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇവിടെ നോട്ട് എന്നുള്ള വേർഡ് യൂസ് ചെയ്തു. അതുകൊണ്ട് ഇത് നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇവിടെ will എന്നുള്ള ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് will not ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. will they ആണ് അവിടെ പ്രൊനൗൺ അല്ലെങ്കിൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. they will not come tomorrow, will they. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. I shouldn't have lost my temper. I എന്നുള്ള സബ്ജക്റ്റ് ആണ്, I am അല്ല. അതുകൊണ്ട് ഇവിടെ shouldn't എന്നുള്ള ഹെൽപ്പിംഗ് വേർബും ഉണ്ട്. അപ്പൊ നമുക്ക് ടാഗ് വരുന്നത് should വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. should I shouldn't have lost my temper. should എന്നുള്ള ഹെൽപ്പിംഗ് വേർബ് ഫസ്റ്റ് എഴുതി, I എന്നുള്ള പ്രൊനൗൺ എഴുതി. should I. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. none of them arrived in time. ഇവിടെ none ആണ് സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ none എന്നുള്ളത് നേരത്തെ പറഞ്ഞു. none of them arrived in time. none എന്നുള്ളത് നെഗറ്റീവ് വേർഡ് ആണ്. സെന്റൻസ് നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ പോസിറ്റീവ് ടാഗ് ആയിരിക്കും വരുന്നത്. ഇവിടെ ഹെൽപ്പിംഗ് വേർബ് ഒന്നും തന്നിട്ടില്ല. ഹെൽപ്പിംഗ് വേർബ് തരാത്തത് കൊണ്ട് ഡു അല്ലെങ്കിൽ ഡസ് അല്ലെങ്കിൽ ഡിഡ് വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ പാസ്റ്റ് ടെൻസിലാണ്. പാസ്റ്റ് ടെൻസിൽ ആയതുകൊണ്ട് ഡിഡ് ആയിരിക്കും. ഡിഡ്. നേരത്തെ പറഞ്ഞു നൺ, നോബഡി അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നോ വൺ വരുന്ന സെന്റൻസിൽ ക്വസ്റ്റ്യൻ ടാഗിലെ പ്രൊനൗൺ എപ്പോഴും ദേ ആയിരിക്കും. ഡിഡ് ദേ. none of them arrived in time. did they. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. few people knew the answer. few people knew the answer. ഇവിടെ few എന്നുള്ളത് ഒരു നെഗറ്റീവ് വേർഡ് ആണ്. ഇത് കൂടാതെ ഫ്യൂവിനെ കൂടാതെ few, little, hardly, scarcely, rarely, barely, seldom, nothing, neither, no one. നോക്കാം. few, little, hardly, scarcely, rarely, barely, seldom, nothing. ഇതെല്ലാം നെഗറ്റീവ് വേർഡ്സ് ആണ്. ഈ നെഗറ്റീവ് വേർഡ്സ് കണ്ടാൽ ക്വസ്റ്റ്യൻ ടാഗ് ഇപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. എന്നാൽ ഫ്യൂ നെഗറ്റീവ് ആണെങ്കിൽ എ ഫ്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ലിറ്റിൽ നെഗറ്റീവ് ആണ്, എന്നാൽ എ ലിറ്റിൽ പോസിറ്റീവ് ആണ്.
എ ഫ്യൂ വന്നാൽ സെന്റൻസ് പോസിറ്റീവും എ ലിറ്റിൽ വന്നാൽ സെന്റൻസ് പോസിറ്റീവ് ആണ്. ഫ്യൂ ലിറ്റിൽ ആണെങ്കിൽ നെഗറ്റീവ് സെന്റൻസ് ആണ്. നെഗറ്റീവ് സെന്റൻസ് വരുമ്പോൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. നോക്കുക, ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ. ഡു അല്ലെങ്കിൽ ഡസ് അല്ലെങ്കിൽ ഡിഡ് ആയിരിക്കും. പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഡിഡ്. ഡിഡ് പീപ്പിൾ പ്ലൂറൽ ആണ്. ഡിഡ് ദേ. ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ. ഡിഡ് ദേ. അടുത്ത ക്വസ്റ്റ്യൻ. Poor people hardly get loans from nationalized banks. Poor people hardly എന്നുള്ളത് ഒരു നെഗറ്റീവ് വേർഡ് ആണ്. അതുകൊണ്ട് അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സെന്റൻസ് പ്രസന്റ് ടെൻസിലാണ്. ഗെറ്റ് ആണ് ഇവിടെ verb ആയിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് സെന്റൻസ് പ്രസന്റ് ടെൻസിലാണ്. Poor people hardly get loans from nationalized bank. പ്രസന്റ് ടെൻസിൽ ആയതുകൊണ്ട് ഇതിന്റെ ടാഗ് വരുന്നത് പുവർ പീപ്പിൾ ആണ്. അപ്പൊ പ്ലൂറൽ ആണ്. അതുകൊണ്ട് ഡു അല്ലെങ്കിൽ ഡസ് ആയിരിക്കും അതിൽ. ഡു ഹാർഡ്ലി ആയതുകൊണ്ട് നോട്ട് ചേർക്കേണ്ട, പോസിറ്റീവ് ടാഗ് ആയിരിക്കും. ഡു ദേ. പുവർ പീപ്പിൾ എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് ഡു യൂസ് ചെയ്തു. ദേ എന്നുള്ള പ്രൊനൗൺ യൂസ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ. Neither of them is hardworking. Neither of them is hardworking എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ പോസിറ്റീവ് ടാഗ് ആയിരിക്കും വരുന്നത്. എന്നാൽ ഇവിടെ സംശയം തോന്നാം, ഇസ് ആണോ യൂസ് ചെയ്യേണ്ടത്? അല്ല. നെയ്തർ, നോബഡി, നോ വൺ എന്ന് വരുമ്പോൾ ടാഗിലെ പ്രൊനൗൺ എപ്പോഴും ദേ ആയിരിക്കും. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം. ഇസ് അല്ല ഇവിടെ വരുന്നത്, ആർ ആയിരിക്കും. സെന്റൻസ് പ്രസന്റ് ടെൻസിലാണ്. ആർ ദേ. നെയ്തർ ഓഫ് ദം ഈസ് ഹാർഡ് വർക്കിംഗ് എന്നാൽ ടാഗ് പ്ലൂറൽ ആയിരിക്കും. ഇസ് ആണെങ്കിൽ ആർ ആവും. വാസ് ആണെങ്കിൽ വേർ എന്നും ഹാസ് ആണെങ്കിൽ ഹാവ് എന്നും ചേഞ്ച് ആവും ടാഗ് വരുമ്പോൾ. ദേ ആർ ഓൾവേസ് ലേറ്റ്. ഇവിടെ സംശയമൊന്നുമില്ല, ഹെൽപ്പിംഗ് വേർബ് ആർ ആണ്. പ്രൊനൗൺ അല്ലെങ്കിൽ സബ്ജക്റ്റ് വന്നിട്ടുണ്ട് ദേ ആണ്. ക്വസ്റ്റ്യൻ സെന്റൻസ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ആറിൻറ്റ് ദേ. They are always late. Aren't they? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The gatekeeper wouldn't let them in. The gatekeeper wouldn't let them അല്ലെങ്കിൽ would not let them in. ഈ സെന്റൻസ് നെഗറ്റീവ് ആണ്. ഇവിടെ നോട്ട് എന്നുള്ള വേർഡ് യൂസ് ചെയ്തുകൊണ്ട് സെന്റൻസ് നെഗറ്റീവ് ആണ്. ഇവിടെ ഹെൽപ്പിംഗ് വേർബ് ഏതാ? വുഡ് ആണ്. അപ്പൊ അതെടുത്ത് എഴുതാം. വുഡ്. ഗേറ്റ് കീപ്പർ ആണ്. ഗേറ്റ് കീപ്പറിന്റെ പ്രൊനൗൺ ഹി ആയിരിക്കും. ജെൻഡർ ഡിസ്ക്രൈബ് ചെയ്യാത്ത സെന്റൻസിൽ എപ്പോഴും ഹി എന്ന് കൊടുക്കുക. വുഡ് ഹി. ദ ഗേറ്റ് കീപ്പർ വുഡിന്റ് ആണ്. അതുകൊണ്ട് ടാഗ് വുഡ് വരും. വുഡ് ഹി. അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റ്സ് മീറ്റ് ഹിം. ലെറ്റ്സ് മീറ്റ് ഹിം. ഇവിടെ ലെറ്റ്സ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസ്. ലെറ്റസ് വരുമ്പോൾ ടാഗ് എപ്പോഴും ഷാൽ വി ആയിരിക്കും. ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസ് ആണ് വെച്ച് സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ ടാഗ് എപ്പോഴും ഷാൽ വി ആയിരിക്കും. ലെറ്റ്സ് മീറ്റ് ഹിം. അപ്പൊ ടാഗ് വരുന്നത് ഷാൽ വി. ലെറ്റ്സ് മീറ്റ് ഹിം ഷാൽ വി. അടുത്ത ക്വസ്റ്റ്യൻ. ജിഷ came yesterday. ജിഷ came yesterday. സെന്റൻസ് പാസ്റ്റ് ടെൻസിലാണ്. ഇവിടെ ഹെൽപ്പിംഗ് വേർബ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഡു അല്ലെങ്കിൽ ഡസ് അല്ലെങ്കിൽ ഡിഡ് എന്നുള്ള ഓക്സിലറി വേർബ്സ് വെച്ചിട്ടായിരിക്കും ടാഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാസ്റ്റ് ടെൻസിൽ ആയതുകൊണ്ട് ഡിഡ് ആയിരിക്കും. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ് ആയിരിക്കും. ഡിഡിന്റ്. ജിഷ ജെൻഡർ അനുസരിച്ച് ക്വസ്റ്റ്യൻ ടാഗ് എഴുതണം. ജിഷ എന്നുള്ളത് ഫീമെയിൽ ജെൻഡർ ആണ്. അതുകൊണ്ട് ഡിഡിന്റ് ഷീ. ജിഷ came yesterday. Didn't she? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Everybody wanted to stay
longer. Everybody wanted to stay longer. ഇവിടെ സെന്റൻസ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് എവ്രിബഡി വരുമ്പോൾ ടാഗിലെ പ്രൊണോൺ എപ്പോഴും ദേ ആയിരിക്കും. എവ്രിബഡി വരുമ്പോൾ ടാഗിലെ പ്രൊണോൺ എപ്പോഴും ദേ ആയിരിക്കും. സെന്റൻസ് പാസ്റ്റ് ടെൻസിലാണ്. പാസ്റ്റ് ടെൻസിലാവുമ്പോൾ ഡിഡ് ആയിരിക്കും വരുന്നത്. പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ് ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് ഡിഡിന്റ് ദേ. എവ്രിബഡി വാണ്ടഡ് ടു സ്റ്റേ ലോങ്ങർ. ഡിഡിന്റ് ദേ. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് us go for a movie. ലെറ്റ് us, ഇവിടെ ലെറ്റ്സ് വന്നു, ലെറ്റ് us. ലെറ്റ് us വരുമ്പോൾ ടാഗ് എപ്പോഴും shall we ആയിരിക്കും. ലെറ്റ് us go for a movie. ലെറ്റ് us വന്നാൽ ടാഗ് shall we. അടുത്ത ക്വസ്റ്റ്യൻ, I am not late. I am not വന്നാൽ ടാഗ് എപ്പോഴും am I ആയിരിക്കും. I am not late, am I. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, have another cup of tea. ഇത് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇവിടെ have another cup of tea എന്നുള്ളത് ഇംപെറേറ്റീവ് സെന്റൻസിൽ വരും. ഹെൽപ്പിംഗ് വേർബ് വെച്ചാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. have another cup of tea. ഇംപെറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കമാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഓർഡർ ആയിട്ടോ ഒരു വിഷ് ആയിട്ടോ ഒരു റിക്വസ്റ്റ് ആയിട്ടോ ഒരാളോട് പറയുന്ന അങ്ങനെയുള്ള സെന്റൻസിനെ ഇംപെറേറ്റീവ് സെന്റൻസ് എന്ന് പറയും. ഇംപെറേറ്റീവ് സെന്റൻസിൽ ടാഗ് എപ്പോഴും വരുന്നത് വിൽ യു ആയിരിക്കും. ഇംപെറേറ്റീവ് സെന്റൻസിന്റെ ടാഗ് വിൽ യു ആയിരിക്കും. ചില കേസസിൽ മാത്രമേ വോണ്ട് യു, കാണ്ട് യു എന്നുള്ള ടാഗും കൂടെ വരുന്നത്. അപ്പോൾ ഇതിന്റെ ടാഗ് ഹാവ് അനദർ കപ്പ് ഓഫ് ടീ എന്നുള്ളതിന്റെ ടാഗ് വിൽ യു. വിൽ യു ഹാവ് എ അനദർ കപ്പ് ഓഫ് ടീ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. അപ്പോൾ ടാഗ് എഴുതാം വിൽ യു. ഇംപെറേറ്റീവ് സെന്റൻസിന്റെ ടാഗ് എപ്പോഴും വിൽ യു ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, യു ആർ എ നൈസ് ഗേൾ. ഇവിടെ യു എന്നുള്ള സബ്ജക്റ്റ് ആണ് വന്നിരിക്കുന്നത്. ആർ എന്നുള്ള ഹെൽപ്പിംഗ് വേർബ് ഉണ്ട്. ഹെൽപ്പിംഗ് വേർബ് എടുത്തെഴുതാം ആർ. സെന്റൻസ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ആർ ഇൻറ്റ് അല്ലെങ്കിൽ ആർ നോട്ട് യു. യു ആണ് വരുന്നതെങ്കിൽ ടാഗിൽ എപ്പോഴും യു തന്നെയാണ് വരുന്നത്. ആർ ഇൻറ്റ് യു. അടുത്ത ക്വസ്റ്റ്യൻ, യു മസ്റ്റ് ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. യു മസ്റ്റ് ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഇത് ഇംപെറേറ്റീവ് ടൈപ്പ് ഓഫ് സെന്റൻസ് ആയിട്ട് കൂട്ടാം, പക്ഷെ ഇവിടെ ഹെൽപ്പിംഗ് വേർബ് തന്നിട്ടുണ്ട്. മസ്റ്റ് എന്നുള്ള ഓക്സിലറി വേർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ടാഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് മസ്റ്റ് നോട്ട്, മസ്റ്റ് ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് എന്നുള്ളത് പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ ടാഗ് മസ്റ്റ് നോട്ട് യു. മസ്റ്റ് നോട്ട് യു. അടുത്ത സെന്റൻസ് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കീപ് യുവർ ബിലോങ്ങിങ്സ് വിത്ത് യു. കീപ് യുവർ ബിലോങ്ങിങ്സ് വിത്ത് യു എന്നുള്ളത് ഒരു ഓർഡർ ആണ്, ഒരു കമാൻഡ് ആണ്. നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക എന്നുള്ള അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ ടാഗ് നമ്മൾ പറഞ്ഞു ഇംപെറേറ്റീവ് സെന്റൻസിലെ ടാഗ് എപ്പോഴും വിൽ യു ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ കീപ് യുവർ ബിലോങ്ങിങ്സ് വിത്ത് യു എന്ന് പറയുന്നത് ഒരു ഏർജൻസി, ഒരു എമർജൻസി സിറ്റുവേഷനിൽ പറയുന്ന ഒരു സെന്റൻസ് ആയിട്ടാണ് കൂട്ടുന്നത്. അപ്പോൾ PSCക്ക് ആൻസർ കീയിൽ കാണ്ട് യു എന്നുള്ള ഓപ്ഷൻ കൂടെ ഉണ്ടെങ്കിൽ കാണ്ട് യു ആണ് എഴുതേണ്ടത്. കാണ്ട് യു കീപ് യുവർ ബിലോങ്ങിങ്സ് വിത്ത് യു എന്നാണ് മീനിങ്. കാണ്ട് യു എന്നുള്ള ഓപ്ഷൻ ആൻസർ കീയിൽ ഉണ്ടെങ്കിൽ കാണ്ട് യു ആണ് ചൂസ് ചെയ്യേണ്ടത്. കീപ് യുവർ ബിലോങ്ങിങ്സ് വിത്ത് യു, കാണ്ട് യു. അടുത്ത ക്വസ്റ്റ്യൻ, ബി കെയർഫുൾ വൈൽ യു ആർ ഡ്രൈവിംഗ്. ബി കെയർഫുൾ വൈൽ യു ആർ ഡ്രൈവിംഗ്. ഇവിടെ ബി കെയർഫുൾ എന്നുണ്ട്. ബി കെയർഫുൾ അല്ലെങ്കിൽ ബിവെയർ എന്ന് കണ്ടാൽ ഓപ്ഷനിൽ വോണ്ട് യു ഉണ്ടെങ്കിൽ, വോണ്ട് യു എന്നുള്ള ടാഗ് ഉണ്ടെങ്കിൽ വോണ്ട് യു ചൂസ് ചെയ്യാം. ഇവിടെ എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ കോഷ്യസ് ആയിട്ട് ശ്രദ്ധിക്കുക, കെയർഫുൾ, ബിവെയർ എന്നുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ വോണ്ട് യു ആണ് ടാഗിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, സംതിങ് മേ ഹാപ്പൻ. സംതിങ്, സംതിങ്, എവ്രിതിങ്,
anything, nothing. Something, everything, anything, nothing എന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ടെങ്കിൽ അവിടെ പ്രൊണോൺ എപ്പോഴും ഇറ്റ് ആയിരിക്കും. സംതിങ് മേ എന്നുള്ള ഹെൽപ്പിംഗ് വേർബ് ഉണ്ട്, അതുകൊണ്ട് മേ നെഗറ്റീവ് ടാഗ് ആണ്, മേ നോട്ട്. സംതിങ് മേ ഹാപ്പൻ, മേ നോട്ട് ഇറ്റ്, മേ നോട്ട് ഇറ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന റൂൾസ്. ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി there വെച്ചാണ് ടാഗ് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ പ്രൊണൗൺ there തന്നെ ആയിരിക്കും. there വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പ്രൊണൗൺ there തന്നെ ആയിരിക്കും. ഇൻഫാന്റ്, ഇൻഫാന്റ്, ചൈൽഡ്, ഇൻഫാന്റ്, ചൈൽഡ് എന്നും സെന്റൻസിൽ ഉണ്ടെങ്കിൽ അവിടെയും പ്രൊണൗൺ എന്തായിരിക്കും? ഇറ്റ് ആയിരിക്കും പ്രൊണൗൺ വരുന്നത്. ഇൻഫാന്റ്, ചൈൽഡ് ഉണ്ടെങ്കിൽ ടാഗിൽ പ്രൊണൗൺ വരുന്നത് ഇറ്റ് ആയിരിക്കും. ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ച് ഏകദേശം നമ്മൾ കവർ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നന്ദി. വീണ്ടും കാണാം.